ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു എക്സാമിലെ ജിയോമെട്രിക്കൽ ഷേപ്പുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഒരു സമചതുരത്തിൻ്റെ വികർണം 12 സെൻറ്റിമീറ്റർ ആകുന്നു. അതിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണം എത്ര? ഓപ്ഷൻ എ 32, ഓപ്ഷൻ ബി 36, ഓപ്ഷൻ സി 58, ഓപ്ഷൻ ഡി 72. റൈറ്റ്. അപ്പോൾ സമചതുരവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം, ഈ ഫോർമുല അറിയാമെന്നുള്ളവർക്ക് ഇത് വളരെ വേഗത്തിൽ തന്നെ ചെയ്യാം. അതായത് വികരണം തന്നിരുന്നാൽ അതിൻ്റെ വിസ്തീർണം കാണാൻ പറഞ്ഞാൽ ഒരു ഫോർമുലയുണ്ട്, അതറിയാമെന്നുള്ളവർക്ക് ഒരു സ്റ്റെപ്പിൽ തന്നെ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ആ മെത്തേഡും പറയുന്നുണ്ട്, ആ ഫോർമുല അനുസരിച്ചുള്ള മെത്തേഡും പറയുന്നുണ്ട്. കൂടാതെ ആ ഫോർമുല അറിഞ്ഞുകൂടാ, അതായത് ഒരു വ്യക്തിക്ക് ഈ വികരണത്തിൽ നിന്നും പരപ്പളവിൻ്റെ കണ്ടുപിടിക്കാമെന്നുള്ള ഫോർമുല അറിഞ്ഞൂടാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെ ഈ ആൻസർ കണ്ടുപിടിക്കാം? റൈറ്റ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത് തന്നിട്ടുള്ള എന്താണ്? സമചതുരത്തിൻ്റെ വികരണം തന്നിട്ടുണ്ട്. നമുക്കറിയാം ഒരു സമചതുരത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു സമചതുരം എടുത്താൽ സമചതുരമാണെന്ന് പ്രത്യേകം എന്തായിരിക്കും? അതിൻ്റെ 4 വശവും ഈക്വലായിരിക്കും. റൈറ്റ്. നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. സമചതുരത്തിൻ്റെ പ്രത്യേകം എന്ന് പറയുന്നത് അതിൻ്റെ 4 വശവും ഈക്വലായിരിക്കും. റൈറ്റ്. ഇതിൻ്റെ വികരണം എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടിസസ്, അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ഇതിൻ്റെ ഓപ്പോസിറ്റ് ഈ 2 കോർണറുകളുണ്ടല്ലോ, ഇവിടെ ഇവയെ തമ്മിൽ ചേർത്ത് വരച്ചാൽ അതൊരു വികരണമായി. റൈറ്റ്. ഈ 2 കോണുകളെ തമ്മിൽ വരച്ചാലും അതും ഒരു വികരണമായി. അപ്പോൾ നമുക്ക് 2 വികരണം ഒരു സമയത്ത് വരയ്ക്കാം. അപ്പോൾ നമുക്ക് ഈ സൈഡ് എടുക്കാം. അപ്പോൾ ഈ പോയിൻറ്റും തമ്മിൽ ചേർത്ത് വരയ്ക്കുന്ന ഇതാണ് ഈ സമചതുരത്തിൻ്റെ ഒരു വികരണം. റൈറ്റ്. അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ബേസിക് കോൺസെപ്റ്റ് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി പറയുന്നതാണ്. അപ്പോൾ ഇതാണ് വികരണം. അപ്പോൾ വികരണം എത്ര തന്നിട്ടുണ്ട്? വികരണം തന്നിട്ടുള്ളത് 12 സെൻറ്റിമീറ്റർ എന്നാണ്. റൈറ്റ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മെത്തേഡ് ചെയ്യാൻ പോകുന്നത് ഫോർമുല യൂസ് ചെയ്താണ്. രണ്ടാമത്തെ മെത്തേഡിൽ എങ്ങനെ ആ ഫോർമുല അറിഞ്ഞുകൂടാത്ത ഒരാൾക്ക്, അതായത് നമുക്കറിയാം, നമ്മൾ PSC ടെസ്റ്റിനൊക്കെ ധാരാളം മാത്സ് ഫോർമുലാസ് പഠിക്കും. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ എക്സാം ആകുമ്പോൾ ചിലപ്പോൾ ഡൗട്ട് വന്നേക്കാം, ഈ ഫോർമുലയാണോ ഇതിൻ്റെ എന്നൊരു കൺഫ്യൂഷൻ വരാം. അപ്പോൾ അങ്ങനെ വന്നാൽ സമയവും നിങ്ങൾക്കുണ്ടെങ്കിൽ ട്രഡീഷണൽ മെത്തേഡ് അനുസരിച്ച് ഫോർമുല ഇല്ലാതെ തന്നെ ചെയ്യാം. ആ മെത്തേഡ് രണ്ടാമത് പറയാം. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഫോർമുല യൂസ് ചെയ്ത്. അപ്പോൾ ഫോർമുല യൂസ് ചെയ്ത മെത്തേഡ് എന്ന് പറയുന്നത് ഒരു സമചതുരത്തിൻ്റെ വിസ്തീർണം കാണുന്നതിനുള്ള ഫോർമുലയാണ്. അതായത് വികരണം തന്നിരുന്നാൽ ഒരു സമചതുരത്തിൻ്റെ വിസ്തീർണം കാണാനുള്ള ഫോർമുലയാണ് d²/2. റൈറ്റ്. അപ്പോൾ ഒരു സമചതുരത്തിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് d²/2. ഇതിൽ d എന്ന് പറയുന്നത് വികരണമാണ്. മനസ്സിലാക്കുക, വികരണത്തിൻ്റെ അളവാണ് d എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ഫോർമുല കൊടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഫോർമുല എന്താണ്? d²/2. അപ്പം d എന്ന് പറയുന്നത് എത്രയാണ്? 12. അതായത് വികരണം എന്ന് പറയുന്നത് 12 ആണ്. അതിൻ്റെ സ്ക്വയർ /2, അതായത് 12ൻ്റെ സ്ക്വയർ എത്രയാണ്? 144 /2. റൈറ്റ്. 144 /2 നമുക്കറിയാം 72 ആണ്. അതായത് 144ൻ്റെ പകുതി എടുത്താൽ മതി. അല്ല, ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 2 14 2 എത്ര പ്രാവശ്യമുണ്ട്? 7 പ്രാവശ്യം. 4 2 പ്രാവശ്യം. റൈറ്റ്. അതായത് 72 യൂണിറ്റ് സെൻറ്റിമീറ്റർ സ്ക്വയർ. റൈറ്റ്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഡി ആണ് ആൻസർ. റൈറ്റ്. അപ്പോൾ ഇതാണ് നമ്മൾ PSCക്ക് പഠിക്കുമ്പോൾ, അതായത് കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പഠിക്കുമ്പോൾ പഠിക്കുന്നൊരു ഫോർമുല.
സമചതുരത്തിൻ്റെ വികർണം തന്നിരുന്നാൽ അതിൻ്റെ വിസ്തീർണം അല്ലെങ്കിൽ പരപ്പളവ് പ്രത്യേകം പഠിക്കുക. വികരണം എന്ന് മാത്രം പഠിക്കരുത്. ചിലപ്പോൾ പരപ്പളവ് എന്നായിരിക്കും തന്നിരിക്കുന്നത്. രണ്ടും ഈക്വലാണ്. അപ്പോൾ വിസ്തീർണം അല്ലെങ്കിൽ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് d²/2. റൈറ്റ്. അടുത്ത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഫോർമുല അറിയണം. ഇത് മെത്തേഡ് 1. റൈറ്റ്. ഫോർമുല യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് നോക്കാം. അതായത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ഫോർമുല അറിയില്ല. അതായത് ഇപ്പോൾ നമുക്കറിയാം പോലീസ് പോലുള്ള എക്സാമുകൾക്ക് സാധാരണ ഒരു കട്ട് ഓഫ് വളരെ കുറവായിരിക്കും. റൈറ്റ്. അല്ലെങ്കിൽ നമുക്കിപ്പം അപ്പോൾ അങ്ങനെയുള്ള എക്സാമുകൾക്ക് നിങ്ങൾക്ക് സമയം ലഭിക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ട് സമയം ബാലൻസ് ഉണ്ട്, അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ട്രഡീഷണൽ മെത്തേഡ് അനുസരിച്ച് ചെയ്യാം. റൈറ്റ്. അപ്പോൾ ഇവിടെ നോക്കുക. നമുക്ക് അറിയാവുന്നൊരു ഫോർമുലയാണ് സമചതുരത്തിൻ്റെ വിസ്തീർണം കാണാനുള്ള സാധാരണ ഫോർമുല. സമചതുരത്തിൻ്റെ വിസ്തീർണം കാണാൻ ഒരു ഫോർമുല ഉണ്ടല്ലേ. സമചതുരത്തിൻ്റെ വിസ്തീർണം. റൈറ്റ്. വിസ്തീർണം കാണാനുള്ള ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു സൈഡ് തന്നിരുന്നാൽ സമചതുരത്തിൻ്റെ വിസ്തീർണം കാണുന്ന ഫോർമുലയാണ് a². റൈറ്റ്. ഒരു സൈഡിൻ്റെ അളവ് തന്നിട്ടുണ്ടായിരിക്കും. അതായത് സമചതുരത്തിന് പ്രത്യേകതയാണ് എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പോൾ സൈഡിൻ്റെ നീളം തന്നിരിക്കും. അപ്പോൾ അതിൻ്റെ എന്ത് കാണണം? സ്ക്വയർ കണ്ടാൽ മതി. ഇത് നമ്മൾ പണ്ട് സ്കൂൾ തലത്തിൽ പഠിക്കുന്ന ഒരു ഫോർമുലയാണ്. റൈറ്റ്. അപ്പോൾ അടുത്ത് നമുക്ക് ഇതിന് അറിയാനുള്ളൊരു വേറൊരു ഫോർമുലയുണ്ട്. അതും നമ്മൾ സ്കൂൾ തലത്തിൽ പഠിക്കുന്നതാണ്. ത്രികോണത്തിൻ്റെ കർണം കാണുന്നതിനുള്ള ഫോർമുല. അപ്പോൾ ത്രികോണം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കർണം കാണുന്നുള്ള ഫോർമുല നമ്മൾ കൊച്ചു ക്ലാസ്സിലേ പഠിക്കുന്നൊരു കാര്യമാണ്. എന്താണ് കർണം കാണുന്ന ഫോർമുല? √of പാദം സ്ക്വയർ അധികം ലംബം സ്ക്വയർ. റൈറ്റ്. ഈ ഫോർമുല നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്കപ്പോൾ പിക്ചറിലോട്ട് പോവാം. അപ്പോൾ ഇവിടെ നമ്മൾ സമചതുരം തന്നിട്ടുണ്ട്. അതിൻ്റെ വികരണം 12 തന്നിട്ടുണ്ട്. നമ്മൾ ഇത്രയും മാത്രം കൺസിഡർ ചെയ്യുക. അതായത് ഈ വികരണം, അടുത്ത് ഈ രണ്ട് സൈഡ്. അപ്പോൾ ഇത് കർണം. ഇതൊരു ത്രികോണം കൺസിഡർ ചെയ്യുമ്പോൾ, അതായത് ഈ സൈഡ്, ഈ ഒരു സൈഡ്, ഈ നമ്മുടെ വികരണം, ഇത്രയും കൺസിഡർ ചെയ്യുമ്പോൾ ഇതൊരു മട്ട ത്രികോണമാണ്. റൈറ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു കർണം നമുക്കറിയാം. കർണം എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ ആണ്. റൈറ്റ്. പാദം എന്ന് പറയുന്നത് a, ലംബം എന്ന് പറയുന്നതും a. റൈറ്റ്. ഇപ്പോൾ ഇതൊരു ത്രികോണം. അതിൻ്റെ കർണം എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ, പാദം a, ലംബം a ആണ്. റൈറ്റ്. അപ്പോൾ നമുക്ക് ഈ ഫോർമുല കൊടുക്കുമ്പോൾ എങ്ങനെ കിട്ടും? കർണം നമുക്കറിയാം എത്രയാണ്? 12 ആണ്. ഈ 12 എന്ന് പറയുന്നത് √of പാദം സ്ക്വയർ എന്ന് പറയുന്നത് a² പ്ലസ് ലംബം എന്ന് പറയുന്നത് അതും a² ആണ്. റൈറ്റ്. ലംബ സ്ക്വയർ എന്ന് പറയുന്നത് a² തന്നെയാണ്. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? √of 2a², 2a². റൈറ്റ്. ഇതിനെ റൂട്ട് മാറ്റുമ്പോൾ എങ്ങനെ എഴുതാം? ഇതിനെങ്ങനെ റൂട്ട് മാറ്റുമ്പോൾ എഴുതാം? √2 × a എന്ന് എഴുതാം. റൈറ്റ്. അതായത് ഈ 12 എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ കർണമാണ്. അതായത് നമ്മുടെ ഈ ത്രികോണത്തിൻ്റെ കർണമാണ് ഈ 12. റൈറ്റ്. നമ്മുടെ ഈ സമചതുരം നോക്കുമ്പോൾ ഇതെന്താണ്? വികരണം. അതായത് എന്താണ്? d ആണല്ലേ. ഇതെന്ന് പറയുന്നത് d ആണ്. d എന്ന് പറയുന്നത് √2a ആണ്. റൈറ്റ്. അങ്ങനെയെങ്കിൽ അപ്പോൾ നമ്മളിത് നോക്കുക. ഇത് നമ്മളൊന്ന് മനസ്സിൽ വച്ചിരിക്കുക. അത് ഞാൻ ലാസ്റ്റ് പറയാം. ഇവിടെ ചെയ്യുമ്പോൾ a = എന്തെഴുതാം? a = 12/√2. റൈറ്റ്. ഇതെങ്ങനെ വന്ന് മനസ്സിലായല്ലോ. ഈക്വലിന് റൈറ്റ് സൈഡുള്ള √2, ലെഫ്റ്റ് സൈഡ് വരുമ്പോൾ എന്ത് പറ്റും? ഇവിടെ മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് വരുമ്പോൾ ഡിവൈഡ് ചെയ്യും. നമുക്കറിയാം വിസ്തീർണം കാണാനുള്ള ഫോർമുല എന്താണ്? a². സമചതുരത്തിൻ്റെ വിസ്തീർണം കാണാനുള്ള ഫോർമുല a² ആണ്. അപ്പോൾ a² എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12ൻ്റെ സ്ക്വയർ 144, √2ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഓക്കെ. ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അല്ല, നമുക്ക് നോക്കാം. ആ സ്റ്റെപ്പ് എഴുതി തന്നെ നോക്കാം. a² = 12 / √2 the whole square. റൈറ്റ്. ഇതിനെങ്ങനെ എഴുതാം? 12ൻ്റെ സ്ക്വയർ
144√2 അതിനെങ്ങനെ എഴുതാം? 144 ഡിവൈഡ് ബൈ, നമുക്കറിയാം റൂട്ടും സ്ക്വയർ ഒരുമിച്ച് വന്നാൽ എന്ത് പറ്റും? രണ്ടും ക്യാൻസലായപ്പോൾ ആ നമ്പർ മാത്രമായിട്ട് വരും. ഇതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, റൈറ്റ്? ഇതിനെ നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ ചെയ്തു, എത്രയാണ്? 72 എന്ന് വരും, റൈറ്റ്? അപ്പം ഇതാണൊരു മെത്തേഡ്. ഇത്രയും സ്റ്റെപ്പൊന്നും വരില്ല, ഞാനത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ എഴുതിയത്. അപ്പോൾ ഇതിലാകെ 2-3 സ്റ്റെപ്പേ വരൂ. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം കാരണം ഈ ഫോർമുല നമുക്ക് അറിയാം, അപ്പോൾ ആ ഫോർമുല എഴുതേണ്ട സ്റ്റെപ്പ് ഇവിടെ ആവശ്യം വരുന്നില്ല, റൈറ്റ്? അടുത്ത വാല്യൂ മാത്രം എഴുതുക. കാരണം എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ. അടുത്ത a² + a², 2a². അടുത്ത 12 = √2a. അതിൽ നിന്ന് a എഴുതാം. അടുത്ത് a² കാണുമ്പോൾ അതിൻ്റെ വിസ്തീർണം കിട്ടും, റൈറ്റ്? അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു വന്നത്, ഇവിടെ നമ്മളൊരു മാർക്ക് ചെയ്തിരുന്നു, എന്താണെന്നറിയാം, റൈറ്റ്? d = √2a എന്നാണ് വന്നത്, റൈറ്റ്? ഇത് ഞാൻ പറയുന്നത് എങ്ങനെയാണ് ഈ ഫോർമുല വന്നതെന്നറിയാനാണ്. ഈ വികരണത്തിന് തന്നിരുന്നാൽ ഏരിയ കാണാനുള്ള ഫോർമുല d²/2 എന്ന് ഞാൻ നേരത്തെ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അത് ആ ഫോർമുല എങ്ങനെയാണ് വന്നത് ഇത് നമുക്ക് PSC അറിയേണ്ട ആവശ്യമില്ല. ചില സമയം നിങ്ങൾക്ക് ഡൗട്ട് വരാം. സൈഡ് തന്നിട്ട് വികരണം കാണാൻ ചോദിക്കാം, അതുപോലെ തന്നെ വികരണം തന്നിട്ട് ഏരിയ കാണാൻ ചോദിക്കാം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, ഫോർമുല തമ്മിൽ കൺഫ്യൂഷൻ വരാം. ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്, റൈറ്റ്? അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളതാണ് d = √2a. d = √2a, റൈറ്റ്? ഇതിൽ നിന്ന് a = എന്തെഴുതാം? d/√2 എന്ന് എഴുതാം, റൈറ്റ്? d/√2. ഇതെന്താണ്? അപ്പോൾ ഇത് രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യനുള്ള ഉത്തരമാണ് ഈ ഫോർമുല. ഒന്ന്, അപ്പോൾ നിങ്ങൾക്ക് PSC വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. വികരണം തന്നിട്ട് ഒരു സമചതുരത്തിൻ്റെ വികരണം തന്നിട്ട് അതിൻ്റെ ഒരു സൈഡിൻ്റെ നീളം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതിനുള്ള ഫോർമുലയാണ് a = d/√2, റൈറ്റ്? അതേസമയം ഇതിനെങ്ങനെ എഴുതാം? √2 ലെഫ്റ്റ് സൈഡ് വന്നാൽ എന്ത്? d = a√2, റൈറ്റ്? അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഒരു സമചതുരത്തിൻ്റെ ഒരു സൈഡ് തന്നിട്ടുണ്ട്, റൈറ്റ്? നിങ്ങളോട് അതിൻ്റെ വികരണം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതാണ് ഈ ഫോർമുല. അപ്പോൾ രണ്ട് ഫോർമുല. ഒന്ന്, നിങ്ങൾക്ക് എന്താണ് തന്നിട്ടുള്ളത്? വികരണം തന്നിട്ടുണ്ട്, ഒരു സൈഡ് കാണണം. അങ്ങനെയെങ്കിൽ a = d/√2. അതേപോലെ തിരിച്ചാണ് ചോദിക്കുന്നത്. അതായത് ഒരു സമചതുരത്തിൻ്റെ സൈഡ് തന്നിട്ട് നിങ്ങളോട് വികരണം കാണാൻ പറഞ്ഞാൽ d = a√2, റൈറ്റ്? ഇത് രണ്ടും മനസ്സിലായല്ലോ. അടുത്ത് ഈ ഫോർമുല നമുക്ക് അടുത്ത ഫോർമുല ഉണ്ടാക്കാം. നമ്മളിവിടെ എഴുതി എന്താണ്? a = d/√2. ഇതിൻ്റെ രണ്ട് സൈഡ് സ്ക്വയർ എടുത്ത് എന്ത് സംഭവിക്കും? a² = d² എന്ന് പറഞ്ഞാൽ d² തന്നെയാണ്. √2ൻ്റെ സ്ക്വയർ ഞാൻ നേരത്തെ പറഞ്ഞു, റൂട്ടും സ്ക്വയറും ഒരുമിച്ച് വന്നാൽ എന്ത് സംഭവിക്കും? രണ്ടും ക്യാൻസലായപ്പോൾ നമ്പർ മാത്രം വരും, റൈറ്റ്? ഇതാണ് ഏരിയ കാണാനുള്ള ഫോർമുല. നമുക്കറിയാം a² എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സമചതുരത്തിൻ്റെ വിസ്തീർണം കാണുന്നതിനുള്ള ഫോർമുലയാണ് a², റൈറ്റ്? അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും? നമുക്കിപ്പം നമ്മൾ എഴുതിയ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. അതായത് ഒരു സമചതുരത്തിൻ്റെ വികരണം തന്നിട്ടുണ്ടെങ്കിൽ ആ സമചതുരത്തിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുലയാണ് d²/2, റൈറ്റ്? പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിവിടെ എത്ര ഫോർമുല പഠിച്ചു? 3 ഫോർമുല. പക്ഷേ ഒരു ബേസിക് കോൺസെപ്റ്റ് മാത്രം പഠിച്ചാൽ മതി. ഒരു കാര്യം പഠിച്ചാൽ 3 ഫോർമുല കിട്ടും. ഒന്ന്, ഒരു സമചതുരത്തിൻ്റെ വികരണം തന്നിരുന്നാൽ അതിൻ്റെ ഒരു സൈഡ് കാണുന്ന ഫോർമുല. രണ്ടാമത്തത്, ഒരു സമചതുരത്തിൻ്റെ ഒരു സൈഡ് തന്നിരുന്നാൽ അതിൻ്റെ വികരണത്തിൻ്റെ അളവ് കണ്ടുപിടിക്കുന്ന ഫോർമുല. 3, ഒരു സമചതുരത്തിൻ്റെ വികരണം തന്നിരുന്നാൽ അതിൻ്റെ ആ സമചതുരത്തിൻ്റെ ഏരിയ കാണുന്ന ഫോർമുല, റൈറ്റ്? അപ്പോൾ പ്രത്യേകം പഠിക്കുക. അപ്പോൾ ഒരു ബേസിക് കോൺസെപ്റ്റ് മനസ്സിലാക്കുന്ന ഒരാൾക്ക് സമചതുരവുമായി ബന്ധപ്പെട്ട ഈ 3 ഫോർമുലയും വളരെ വേഗത്തിൽ പഠിക്കാൻ പറ്റും, റൈറ്റ്? ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയും തീർച്ചയായും ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കൂടാതെ മാക്സിമം ആളുകൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഈ വീഡിയോ സംബന്ധമായ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സ് നൽകാൻ മറക്കരുത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.